നമസ്കാരം. ഇത് തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളത്തിനടുത്തുള്ള കലശമല. കേരള വനംവകുപ്പിന്റെ വടക്കാഞ്ചേരി റേഞ്ചിൽ എരുമപ്പെട്ടി സ്റ്റേഷന് കീഴിൽ ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് സൈറ്റ് ഓഫ് കേരള എന്ന വിഭാഗമായി സംരക്ഷിച്ചു പോന്നിട്ടുള്ള പ്രദേശമാണ് ഈ കാണുന്നത്. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ആൻഡ് നാച്ചുറൽ റിസോഴ്സിന്റെ റെഡ് ലിസ്റ്റിൽപ്പെട്ട ഏറ്റവും നാശോന്മുഖമായ കുളവെട്ടി മരങ്ങൾ നിലവിലുള്ള അപൂർവ ഭൂപ്രദേശമാണ് കലശമലയിലേത്. ലോകത്ത് ആകെ അവശേഷിക്കുന്ന 200ഓളം കുളവെട്ടി മരങ്ങളിൽ 110 എണ്ണവും ഇവിടെയാണ് എന്നതിൽ നിന്ന് തന്നെ കലശമലയുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. സമീപത്തുള്ള ക്ഷേത്രത്തിന്റെ കാവാണ് ഈ പ്രദേശം എന്നാണ് പറയപ്പെടുന്നത്. സൈസീജിയം ട്രാവൻകോറിക്കം എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ഈ മരത്തിന് കുളവെട്ടി എന്നതിനു പുറമെ പൊരിയൻ, വാദം കൊല്ലി, നീർമാവ് എന്നീ പേരുകളുമുണ്ട്. ഞാവൽ ഉൾപ്പെടുന്ന മിർട്ടേസിയ കുടുംബത്തിൽ ഉൾപ്പെടുന്ന മരം 200 അടി വരെ ഉയരത്തിലുള്ള ചതുപ്പ് പ്രദേശങ്ങളിലാണ് വളരുക. കലശമലയിലേത് കൂടാതെ കൊല്ലത്തെ ഐക്കാട് ഒരു കാവിൽ 4 എണ്ണം കണ്ടെത്തിയിട്ടുണ്ട്. ഏതാണ്ട് 35 എണ്ണം കർണാടകയിലെ സിദ്ധാപുരം താലൂക്കിലും ഉള്ളതായി പറയപ്പെടുന്നു. ഭൂമിക്കടിയിലേക്ക് ഊർന്നിറങ്ങുന്ന ജലത്തെ ആഴത്തിലുള്ള വേരുപടലം കൊണ്ട് തടഞ്ഞു നിർത്തി ഈ മരങ്ങൾ നിൽക്കുന്ന പ്രദേശം ചതുപ്പ് നിലമാക്കി മാറ്റിയെടുക്കുവാൻ ഇവയ്ക്ക് കഴിവുണ്ടത്രേ. നീരുറവ് പിടിച്ചു നിർത്താൻ കുളവെട്ടിക്ക് കഴിയുമെന്നതിനാൽ പ്രദേശത്ത് ജലക്ഷാമം ഉണ്ടാവുകയില്ല. കടുത്ത വേനലിലും കലശമലക്കുന്നിൽ ജലസമൃദ്ധി ഉണ്ടാകുന്നത് കുളവെട്ടി മരങ്ങൾ ഉള്ളതുകൊണ്ടാണെന്ന് പറയപ്പെടുന്നു. ഒറ്റയ്ക്കും കൂട്ടമായും ഉയരത്തിൽ വളരുന്ന ഈ മരങ്ങൾക്ക് നൂറ്റാണ്ടുകളോളം പ്രായമുണ്ട്. വൃക്ഷത്തിന്റെ ഇലയും തൊലിയും വാതരോഗ ശമനത്തിന് മരുന്നായി ഉപയോഗിക്കാറുണ്ടത്രേ. അതുകൊണ്ടാണ് വാദം കൊല്ലി എന്ന പേര് ഈ മരത്തിന് വന്നത്. നാശോന്മുഖമായി കൊണ്ടിരിക്കുന്ന ഈ മരത്തിന്റെ വ്യാപനത്തിനായി അതിന്റെ പഴത്തിൽ നിന്നും ശേഖരിച്ച വിത്ത് ഉപയോഗിച്ച് ശാസ്ത്രീയമായി തന്നെ ചെടികൾ ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും 15% മാത്രമേ വിജയിക്കാനായുള്ളൂ. തൃശൂർ ജില്ലയിലെ എളവള്ളി ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള കണിയാമ്പുരത്തിലുള്ള വാതക ശ്മശാനത്തിന് സമീപം 2020 ഫെബ്രുവരി മാസത്തിൽ 50ഓളം കുളവെട്ടി മരങ്ങൾ വെച്ചുപിടിപ്പിച്ചിരുന്നു. അതിൽ 39ഓളം മരങ്ങൾക്ക് ഏതാണ്ട് 10 മീറ്ററിനടുത്ത് വളർച്ച നേടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. ഇത്രയേറെ സംരക്ഷണം വേണ്ട ഒരു സ്ഥലമായിട്ട് കൂടി പല മരങ്ങളും നാശത്തിന്റെ വക്കിലാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. പ്ലാസ്റ്റിക് കുപ്പികളും കവറുകളും പല സ്ഥലത്തും ചിതറിക്കിടക്കുന്നു. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണമായും നമുക്ക് അധികാരികളെ കുറ്റപ്പെടുത്താനായിട്ട് സാധിക്കുകയില്ല. പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. മനുഷ്യൻ പ്രകൃതിക്ക് ഏൽപ്പിക്കുന്ന ആഘാതങ്ങളുടെ പരിണതഫലം പലപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇനിയുള്ള ഒരു തലമുറയ്ക്ക് വേണ്ടിയെങ്കിലും പ്രകൃതിയെ നമുക്ക് സംരക്ഷിക്കാം.